ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. പ്രതിയായ സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ തുടങ്ങുന്നത്. കേസിന്റെ നാൾ വഴികൾ നോക്കാം. പോലീസ് 2023 മെയ് 10 രാവിലെ 4:40 പൂയപ്പള്ളി പോലീസിന്റെ അകമ്പടിയിൽ ചികിത്സക്കായി എത്തിയ കുടവട്ടൂർ ചെറുകരക്കോണം സ്വദേശി സന്ദീപ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത്. കൃത്യം നടന്ന സ്ഥലത്തുനിന്ന് പ്രതി സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾക്കകം തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡോക്ടർ വന്ദനയുടെ മരണം സ്ഥിരീകരിച്ചു. മെയ് 11 ഡോക്ടറുടെ കൊലപാതകത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടു. എഫ്ഐആറിലടക്കം ഗുരുതര പിഴ വന്ന 24 വാർത്തയ്ക്ക് പിന്നാലെ വ്യാപക പ്രതിഷേധം. മെയ് 12 കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആക്രമിക്കുന്നതുൾപ്പെടെയുള്ള കേസുകളിൽ ശിക്ഷ കടുപ്പിക്കുന്ന ഓർഡിനൻസിന് മെയ് 17 മന്ത്രിസഭ അംഗീകാരം നൽകി. ഡോക്ടർക്കും ജഡ്ജിക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പെരുമാറ്റച്ചട്ടം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് മെയ് 24 ഹൈക്കോടതിയുടെ നിർദ്ദേശം. പിന്നാലെ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കൾ ജൂലൈ 1 ഹൈക്കോടതിയിൽ ഹർജി നൽകി. സന്ദീപിന്റെ ജാമ്യ ഹർജി കൊല്ലം സെഷൻസ് കോടതി ജൂലൈ 27 തള്ളി. ഒക്ടോബർ 1 ക്രൈംബ്രാഞ്ച് സംഘം കുറ്റപത്രം കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിച്ചത്. മരണാനന്തര ബഹുമതിയായി ഡോക്ടർ വന്ദനാദാസിന് MBBS ബിരുദം നൽകാൻ കേരള ആരോഗ്യ സർവകലാശാല ഓഗസ്റ്റ് 2 തീരുമാനമെടുത്തു. ഓഗസ്റ്റ് 5 അധ്യാപകനായിരുന്ന പ്രതി സന്ദീപിനെ സർവീസിൽ നിന്ന് പുറത്താക്കി. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷ നൽകുന്ന ബില്ലിന് ഗവർണർ സെപ്റ്റംബർ 18 അംഗീകാരം നൽകി. 2024 ഫെബ്രുവരി 6 CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാതാപിതാക്കളുടെ ഹർജിയും പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജിയും ഹൈക്കോടതി തള്ളി. പ്രതിയുടെ മാനസിക നിലയിൽ തകരാറില്ല എന്നാണ് കോടതിക്ക് ലഭിച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിന്റെ വിചാരണ നടപടികൾ ഇന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടങ്ങുന്നത്. 131 സാക്ഷികളുള്ള കേസിൽ ആദ്യത്തെ 50 സാക്ഷികളുടെ സാക്ഷി വിസ്താരമാണ് ഇന്ന് ആരംഭിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയിൽ ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ് ഡോക്ടർ വന്ദനാദാസ്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇനി കോടതിയിൽ സംഭവിക്കുക എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്ന വാർത്ത തന്നെയാണത്. ആ വാർത്തയുടെ തുടർ വാർത്തയാണ് ഇന്നിപ്പോൾ വന്നത്.